പ്രിയ ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ സ്നാപകയോഹന്നാൻ്റെ ശക്തമായ പ്രബോധനങ്ങളിലൂടെ നമ്മെ ഉണർത്തുന്നു. മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന സന്ദേശം. ഈ വാക്കുകൾ മരുഭൂമിയിലെ അലർച്ചയായിരുന്നില്ല, മറിച്ച് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ദൈവത്തിൻ്റെ വിളിയായിരുന്നു. യോഹന്നാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ബാഹ്യമായ ഒരു മാറ്റമായിരുന്നില്ല, പാപകരമായ ജീവിതത്തിൽ നിന്നുള്ള സമ്പൂർണമായ വിടുതലായിരുന്നു. പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി വന്ന യോഹന്നാൻ, സ്നാപകയോഹന്നാൻ, കർത്താവിനായി വഴി ഒരുക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, ദൈവം നമ്മെ നമ്മളില്ലാതെ സൃഷ്ടിച്ചുവെങ്കിലും നമ്മളില്ലാതെ നമ്മെ രക്ഷിക്കുകയില്ല. അതിനാൽ നമ്മുടെ രക്ഷയ്ക്കായുള്ള ഒരുക്കത്തിൽ നാം ഓരോരുത്തരും സജീവമായി പങ്കാളികളാകണം. സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗം, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളുടെ ലോകത്തിലെ ധാർമ്മിക വെല്ലുവിളികളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നാപകയോഹന്നാൻ ഫരിസേയരെയും സദൂക്യരെയും അണലി സന്തതികളെ എന്ന് വിളിച്ചത് അവർക്ക് മാനസാന്തരത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. ഇന്ന് നമ്മിൽ പലരും ബാഹ്യമായ മതാനുഷ്ഠാനങ്ങളിൽ സംതൃപ്തരായി യഥാർത്ഥമായ ആത്മീയ മാറ്റത്തിന് തയ്യാറാകാത്തവരല്ലേ? യോഹന്നാൻ ആവശ്യപ്പെട്ടത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ്. നമ്മുടെ വാക്കുകളല്ല, പ്രവൃത്തികളാണ് പ്രധാനം. പ്രവൃത്തികൾ കൂടാതെയുള്ള എല്ലാ ചെയ്തികളും നിർജീവമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതും ദൈവഹിതത്തിന് അനുസൃതവുമാകണം. അവിടുന്ന് തൻ്റെ കളപ്പുരയിൽ ഗോതമ്പ് കൂട്ടിച്ചേർക്കുകയും പതിരുകെടാത്ത തീയിൽ ചുട്ടുകളയുകയും ചെയ്യും. അതിനാൽ ഈ ആഗമനകാലത്ത് മാനസാന്തരപ്പെട്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫലങ്ങൾ നൽകി കർത്താവിൻ്റെ വരവിനായി നമുക്ക് വിശുദ്ധരായി വിശുദ്ധിയിൽ ചരിക്കാം, വിശുദ്ധിയോടെ തയ്യാറെടുക്കാം, കർത്താവിന് വേണ്ടി കാത്തിരിക്കാം.